ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിലൊരു പ്രശ്നമാണ് ഇപ്പോൾ പാലസ്തീൻ പ്രൊട്ടസ്റ്റ്. കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു മീം പ്രോഗ്രാമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. കലോത്സവത്തിൻ്റെ ഇടയ്ക്ക് അതൊക്കെ വലിയ വിവാദമാക്കിയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ടീച്ചർമാർ വന്നിട്ട് എന്താണ് മറ്റേ കർട്ടൻ താത്തുന്ന പരിപാടിയും സംഭവങ്ങളും അതൊക്കെ വളരെ മോശമാണ്. കാരണം ഒരാൾക്ക് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അതേപോലെ തന്നെ എന്താണ് അവർക്ക് പെർഫോം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും കർട്ടൻ താത്താതെ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർട്ടൻ താത്തനൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതൊക്കെ സമ്മതിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പല പാലസ്തീനിൽ നിന്നുള്ള വീഡിയോൻ്റെ അടിയിലൊക്കെ വന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവർക്ക് ഇന്ത്യനെക്കാട്ടും താല്പര്യമാണ്. അതായത് ഇന്ത്യയിൽ എന്ത് നടന്നോട്ടെ അതൊന്നും ഒരു പ്രശ്നമല്ല, പക്ഷെ പാലസ്തീനിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അത് വലിയ കുറ്റാണ്. ശരിക്കും ഇവിടെ ആരാണ്? ഇസ്രയേലാണോ അതോ ഹമാസ് ആണോ ഇവിടുത്തെ റിയൽ പ്രതികൾ? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ ഈ സ്ഥലത്താണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ആരെങ്കിലും സിവിലിയൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിഞ്ഞു പോവാൻ പറഞ്ഞിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യത്തിനെ ഞാൻ ഇത് മുമ്പ് കണ്ടിട്ടില്ല. ഇസ്രായേൽ സൈന്യം കറക്റ്റായിട്ട് പേപ്പറിൽ എഴുതിയിട്ടുള്ള സാധനങ്ങൾ ആകാശത്തുനിന്ന് വെതറാണ്, ഇവിടെയാണ് അടുത്ത് ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്, ഇവിടുന്ന് എല്ലാവരും ഒഴിഞ്ഞു പൊയ്ക്കോ എന്നുള്ളത്. പിന്നെ സ്റ്റാർവേഷൻ്റെ കാര്യം. സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി മരണങ്ങളുടെ കാര്യം കേട്ടോ. പട്ടിണി മരണങ്ങൾ ഏകദേശം 18,000 ട്രക്സ് 18,000 ഭക്ഷണം കൊണ്ടുപോകുന്ന വണ്ടിയാണ് ഇസ്രായേൽ ഗാസയിലേക്ക് കടത്തി വിട്ടിട്ടുള്ളത്. ഇത് ഇസ്രായേലിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള വീഡിയോ ആണെന്ന് കരുതണ്ട, അങ്ങനെയല്ല. ഇസ്രായേൽ അവിടെ തെമ്മാടിത്തരം കാണിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ 18,000 ട്രക്സ് UN കണക്കനുസരിച്ച് 18,000 ട്രക്സ് ഈ ഗാസയിലേക്ക് കടത്തിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടത് അവർ സാധാ സിവിലിയൻസിന് എത്തുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീവ്രവാദി സംഘടനയായിട്ടുള്ള ഹമാസ് അത് മൊത്തം കൊള്ളയടിച്ച് കൊണ്ടുപോവുകയാണ്. ഇതൊന്നും ആരും കാണില്ല, നമ്മളെ ചാനലിൽ ഇതൊന്നും കാണിക്കില്ല. അത് എന്തുകൊണ്ടാണെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതൊന്നും ആരും കാണിക്കുന്ന തന്നെ ഇല്ല. എന്തുകൊണ്ട്? പല ഇൻസ്റ്റഗ്രാം റീൽസിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അവിടെ നിന്നുള്ള ആൾക്കാരെന്നെ ഇടുന്നത് കാണാൻ പറ്റും. എന്തുകൊണ്ട് നമുക്ക് വലിയ വലിയ മീഡിയാസ് അൽ ജസീറ അതേപോലെ തന്നെ BBC ഇങ്ങനത്തെ ഇവരൊക്കെ ഈ ഹമാസിൻ്റെ പ്രൊപ്പഗണ്ട വീഡിയോസ് മാത്രം ഇങ്ങനെ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയില്ല. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹമാസാണ് എല്ലാം സ്റ്റീൽ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ കുറേ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ പോയി, യൂട്യൂബേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, മീഡിയാസ് തന്നെ അവിടെ പോയിട്ട് ഒരു ഏരിയ മൊത്തം എന്താണ് ഫുഡ് അവിടെ വേസ്റ്റായിട്ട് കിടക്കുക, സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അവിടെ വേസ്റ്റായിട്ട് കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വെക്കാം. അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ വെക്കാം. അതിന് കോപ്പറേറ്റ് കാര്യങ്ങളുണ്ടോണ്ട് എനിക്ക് വെക്കാൻ പറ്റില്ല. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ പോയി കണ്ടോ. ഓക്കെ, തെളിവോടെയാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു പ്രശ്നത്തിൽ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് ഇസ്രായേൽ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ഇനി എന്തൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞാലും ഇസ്രായേൽ അല്ല ഇതിൻ്റെ ഒരു വില്ലൻ. നമുക്ക് യുദ്ധം സ്റ്റാർട്ട് ചെയ്തതും ഇസ്രായേൽ അല്ല എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇത് കാലങ്ങളോളമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത് എല്ലാം ഇസ്രായേലിൻ്റെ തലയ്ക്ക് വരുന്നു, ഒന്നും ഹമാസിൻ്റെ തലയ്ക്ക് വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോ പാലസ്തീൻ പ്രൊപ്പഗണ്ടാസ് ഇവിടെ ഭയങ്കരമായിട്ട് അലയടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ക്യാമ്പസുകളിലും സ്കൂളുകളിലും പൊതു ഇടങ്ങളിലൊക്കെ ഇപ്പോൾ പ്രോ പാലസ്തീൻ, അതായത് ഫ്രീ പാലസ്തീനാണ്. ആരും ഇസ്രായേലിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, അവിടെ അവർ തടങ്കിലാക്കി വെച്ചിട്ടുള്ള ഹോസ്റ്റേജസിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, അതായത് അവർ തട്ടിക്കൊണ്ടുപോയി ആൾക്കാരൊന്നും കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഡീറ്റെയിൽസ് പറയാനില്ല, കാരണം നമ്മുടെ നാട്ടിൽ എന്ത് പറഞ്ഞാലും തെറ്റാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എൻ്റെ അഭിപ്രായത്തിൽ ഇസ്രായേൽ
ആ ഒരു ഹമാസ്, അതായത് ടെററിസ്റ്റ് ഗ്രൂപ്പിനെയാണ് ഇവിടെ തുടച്ച് നീക്കാൻ നോക്കുന്നത്. കാരണം ഈ ഹമാസ് ഓൾറെഡി ജ്യൂസിനെ കൊല്ലുന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഹമാസിൻ്റെ കുറേ നേതാക്കൾ മരിച്ചുപോയി. സോ ബാക്കി ഉള്ളവർ ഇപ്പോഴും ഉണ്ട്. സോ അതുകൊണ്ടാണ് അവർ ഖത്തറയ്ക്ക് അടിക്കുന്നത്, ടർക്കിയിലേക്ക് അടിക്കുന്നത്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അവർ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ പലരും ഇസ്രായേലിനെ കുറ്റം പറയും, പലരും ഹമാസിനെ കുറ്റം പറയും. നമ്മുടെ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആരുടെ അഭിപ്രായങ്ങൾ നമ്മൾ ചോദ്യം ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ ഇവിടെ ഫ്രീ പാലസ്തീൻ്റെ പരിപാടികൾ നടത്തണം. കാരണം പാലസ്തീനിലെ സാധാ മനുഷ്യർ, സിവിലിയൻസ് ആയിട്ടുള്ള സാധാരണക്കാർ, ഹമാസിൻ്റെ അംഗങ്ങളല്ല, സാധാരണക്കാർ മരിക്കുന്നുണ്ട്. കുട്ടികൾ പട്ടിണി മൂലം മരിക്കുന്നുണ്ട്. സോ ഇതിനെതിരെയൊക്കെ നമ്മൾ സംസാരിക്കണം. സോ ഇതൊക്കെ ഹമാസ് കാരണമാണെന്നുള്ളത് നമ്മൾ തെളിയിക്കുകയും വേണം. ഇസ്രായേലും ഹമാസും രണ്ടും ഒരേപോലെ കുറ്റക്കാരാണ്. സോ ഹമാസാണ് ആദ്യം കയറി അടിച്ചത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക.